നാളെ നമ്മൾ അമ്മായിൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്നാണ് ഇന്ന്. അപ്പോൾ ഇന്ന് രാത്രി ഒരു 250 ആൾക്കാരോളം കൂടുണ്ട് വീട്ടിൽ. അപ്പോൾ അതിനുള്ള ഫുഡ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഫുഡ് തയ്യാറാക്കേണ്ടതാണ് ഞങ്ങളൊക്കെ തന്നെ കേട്ടോ, പുറത്തുള്ള ആരുമില്ല. 250 ആൾക്കുള്ള ഫുഡും തയ്യാറാക്കേണ്ടത് നമ്മൾ അമ്മായിൻ്റെയും ആപ്പാൻ്റെയും എളാപ്പാൻ്റെ ഒക്കെ മക്കൾ തന്നെയാണ്. പണ്ടാരി പണിക്ക് പോയിക്കാണൊന്നും ആർക്കും വലിയ പരിചയമൊന്നും കിട്ടും നമ്മളെ കൂട്ടത്തിൽ. പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ ചെറിയ പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ വെച്ച് അങ്ങനെ ഒരു ശീലമായതാട്ടോ. അങ്ങനെ വെച്ച് ഇപ്പോൾ 250 ആൾക്കാർക്കോടുള്ള ഫുഡ് തയ്യാറാക്കാനുള്ള വകുപ്പിലെത്തി നമ്മളിൽ. പിന്നെ നമ്മളിൽ അടിപൊളിയായിട്ട് വെക്കാൻ കഴിവുള്ള ഒരാളുണ്ട്, ഷെഫ് ബാബു പറയും. എൻ്റെ പല വീഡിയോയിലും നിങ്ങൾ മൂപ്പരെ കണ്ടിട്ടുണ്ടാവും. ഏതായാലും നമ്മളൊരു ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് നാട്ടുകാർക്ക് കൊടുക്കുകയുള്ളൂ. കല്യാണം ഉറപ്പിച്ചത് മുതൽ കല്യാണം കഴിഞ്ഞ് സൽക്കാരം വരെ നമ്മളെ ആൾക്കാർ തന്നെ. എല്ലാത്തിനും കട്ടൊക്കെ ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ല, സപ്ലൈക്ക് ഒന്നും പുറത്തുനിന്നാളില്ല, ഒക്കത്തിനും നമ്മളെ ആൾക്കാർ തന്നെ. അങ്ങനെ ഏതായാലും തലേന്നത്തെ പരിപാടി അടിപൊളിയായി കഴിഞ്ഞിട്ടോ. പിന്നെ തലേന്നത്തെ ഫുഡിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒക്കെ പേപ്പറായതുകൊണ്ട് കത്തിക്കാൻ സുഖമാണ്. അപ്പോൾ നമ്മളെ തൊടുതന്നെ ഇട്ടുകാണ്ട് കത്തിച്ചിക്കാണ്ട് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നാളേക്കുള്ള സെറ്റപ്പ് റെഡിയാക്കുക.